ഗുഡ് മോർണിംഗ്. ഇതൊരു പുതിയ പ്രോഡക്റ്റാണ് മ്യൂച്വൽ ഫണ്ടിൽ. കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടാണ്. ഇത് 1 വർഷത്തിന് മുന്നെയാണ് സെബി ഇതിനുള്ള അപ്രൂവൽ നൽകിയത്. അപ്പോൾ കുറേ എംസിസ് ഒക്കെ പുതിയ സ്കീംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് റീക്യാപ്പ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് മണി പൂൾ ചെയ്തിട്ട് ഫണ്ട് മാനേജർ സ്റ്റോക്സ് വാങ്ങിക്കുക, ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയാണ്. അതായത് ഡെലിവറി ബേസ്ഡിലാണ് സ്റ്റോക്സ് എടുക്കുന്നത്. അത് ആ ഷെയറിൻ്റെ പ്രൈസ് കൂടുമ്പോഴത്തേക്കും വിൽക്കുന്നു, അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അത് ഇൻവെസ്റ്റേഴ്സിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു. അതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. പിന്നെ നമുക്കിതിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 500 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇത് ഹൈലി റെഗുലേറ്റഡ് ആണ്. സെബിയാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും അത് ആരാണ് മാനേജ് ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടും. ഹൈലി ലിക്വിഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. ഇത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അപ്പോൾ എന്താണ് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് 1 വർഷം മുന്നെയാണ് ഇതിനുള്ള അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ട്രഡീഷണൽ മ്യൂച്വൽ ഫണ്ടുകളുടെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണുള്ളത് എന്ന് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ പറഞ്ഞു ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയാണ് സ്റ്റോക്സ്. അതേസമയം സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ടോട്ടൽ അസറ്റ്സിൻ്റെ 25% വരെ ഡെറിവേറ്റീവ്സിൽ, അതായത് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ട്രേഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ ഫണ്ട് മാനേജർക്കുണ്ട്. അതായത് ഇപ്പോൾ മാർക്കറ്റ് റൈസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അതേസമയം മാർക്കറ്റ് ബെയറിഷ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഓപ്ഷൻസും അതേപോലെ ഷോർട്ട് സെല്ലിങ് ചെയ്തും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി കൂടെ ഈ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് 10 lakhs ആണ്. അപ്പോൾ 10 lakhsന് മുകളിൽ സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ ചെയ്യുന്നത് പോലെ മിനിമം 10 lakhs ആദ്യം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ 1000 രൂപ SIP അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടിൽ നമുക്ക് മണി പാർക്ക് ചെയ്തിട്ട് STP ആയിട്ട് ഈ ഫണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. SWP എടുക്കാൻ പറ്റും. ഇങ്ങനെ പല ഓപ്ഷൻസ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള എല്ലാ ഫെസിലിറ്റീസും സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളിലും ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം നോക്കാം. മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 500, അത് SIP ആയിട്ട് ചില ഇൻഡെക്സ് ഫണ്ടുകളിൽ ചില സ്കീംസിൽ 100 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സ്കീംസൊക്കെ ഉണ്ട്. പക്ഷേ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 10 lakhs ആണ്. അതെന്ന് പറയുന്നത് മിനിമം ഒരാളുടെ പാൻ ലെവലിലാണ്. അതായത് ഒരു AMC, ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ഒരു 3 സ്കീം ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3ലും കൂടെ നമുക്ക് 10 lakhs മതി. ഒരു സ്കീമിൽ നമ്മൾ 3 lakhs ആയിരിക്കും, ഒരു സ്കീമിൽ 5 lakhs ആയിരിക്കും, ഒരെണ്ണത്തിൽ 2 lakhs ആയിരിക്കും. അങ്ങനെ നമുക്ക് അക്രോസ് ഒരു AMCയുടെ ഡിഫറെൻറ്റ് സ്കീംസിൽ മിനിമം എമൗണ്ട് വേണ്ടത് 10 lakhs ആണ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച് ഞാൻ പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയാണ്. ചില സമയങ്ങളിൽ മാത്രം ഹെഡ്ജിങ്ങിന് വേണ്ടി മാത്രമാണ് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അതൊരു ലിമിറ്റിനകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ ലോങ് ഷോർട്ട് യൂസ് ചെയ്യാൻ പറ്റും, സെക്ടർ റൊട്ടേഷൻ, ഡൈനാമിക് അലോക്കേഷൻ, ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചേഴ്സ് ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസൊക്കെ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ വെരി ഹൈ ആണ്. ഇപ്പോൾ ലിക്വിഡ് ഫണ്ടുകളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ സാധാരണ ഓപ്പൺ എൻഡഡ് ഫണ്ട്സൊക്കെ 2 ദിവസം കൊണ്ട്, പിന്നെ ചില ഇൻ്റർനാഷണൽ ഫണ്ട്സ് ആണെങ്കിൽ 5 days എടുക്കും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിഡംഷൻ ടൈം പീരീഡുകളാണ് മ്യൂച്വൽ ഫണ്ടിനുള്ളത്. ഇവിടെ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ വരുമ്പോൾ അവർ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. കാരണം ഈ ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിനകത്ത്. സാധാരണ ഇക്വിറ്റി ഫണ്ടുകളിലാണെങ്കിൽ ഡെയിലി റിഡംഷൻസ് പോസിബിൾ ആണ്. അതേസമയം ഹൈബ്രിഡ് ഡെറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസോ ചിലപ്പോൾ അതിൽ കൂടുതലോ ഒക്കെ ആണ് നമുക്ക് റിഡംഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കുന്നത്. റിസ്ക് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ പല കാറ്റഗറികളുള്ള ഫണ്ട്സ് ഉണ്ട്. ലിക്വിഡ് ഫണ്ട് ആണെങ്കിൽ തീരെ റിസ്ക് കുറവാണ്. ഇക്വിറ്റി ഫണ്ട്സ് ഉണ്ട്, സെക്ടർ ഫണ്ട്സ്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിന് റിസ്ക് എന്ന് പറയുന്നത് മോഡറേറ്റ് ടു ഹൈ ആണ്.
ഇവിടെ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളിൽ വെരി ഹൈ ആണ്, കാരണം സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് റൈസിങ് മാർക്കറ്റിൽ മാത്രമല്ല ഫോളിങ് മാർക്കറ്റിലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിനെ യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ പല സ്ട്രാറ്റജീസും ഫോളിങ് മാർക്കറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അതുകൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊരു റിസ്കിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന, ഒരു ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് SIF. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലെ പോലെ തന്നെ 3 ടൈപ്സ് ആണുള്ളത്: ഇക്വിറ്റി, ഹൈബ്രിഡ്, പ്യുവർ ഡെറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ 3 എണ്ണം ഉണ്ട്. ലോങ് ഷോർട്ട് ഫണ്ട്, അതായത് ടോപ്പ് 100 കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ടോപ്പ് 100, അതായത് മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ സെക്ടർ റൊട്ടേഷൻ, അതായത് ഒരു ഫണ്ട് മാനേജർക്ക് ആ സമയത്ത് ഏത് സെക്ടറിലാണോ കൂടുതൽ കൺവിക്ഷൻ ഉള്ളത് ആ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു സെക്ടറിലേക്ക് പോകണമെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്ത് അടുത്ത സെക്ടറിലേക്ക് പോകും. അതാണ് സെക്ടർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയും ഡെറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഹൈബ്രിഡ്. ഹൈബ്രിഡിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്: ഹൈബ്രിഡ് ലോങ് ഷോർട്ടും ആക്റ്റീവ് അസറ്റ് അലോക്കേറ്ററും. ഹൈബ്രിഡ് ലോങ് ഷോർട്ടിൽ ഇക്വിറ്റിയും ഡെറ്റും മാത്രമേ ഉള്ളൂ. ആക്റ്റീവ് അസറ്റ് അലോക്കേറ്ററിൽ നമുക്ക് ഗോൾഡ്, സിൽവർ, റൈറ്റ്സ്, ഇൻവിറ്റ്സ് അങ്ങനത്തെ ഉള്ള പ്രോഡക്ട്സും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഡെറ്റിൽ ഇതുവരെ പ്രോഡക്ട്സ് ഒന്നും ആരും ലോഞ്ച് ചെയ്തിട്ടില്ല. മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഇത് വരുമായിരിക്കും. ഇനി എങ്ങനെയാണ് അതിൻ്റെ ടാക്സേഷൻ വരുന്നത് നോക്കാം. മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ് SIF ടാക്സ് ചെയ്യുന്നത്. ഇക്വിറ്റിയിൽ കൂടുതൽ അലോക്കേഷൻ ഉള്ള ഫണ്ടാണ്. അത് ഇക്വിറ്റി SIF ആണെന്നുണ്ടെങ്കിൽ സാധാരണ പോലെ ഷോർട്ട് ടേം ഗെയിൻ എന്ന് പറയുന്നത് 20% ആയിരിക്കും, അതായത് ബിലോ 1 ഇയർ. എബവ് 1 ഇയർ 12.5%, 1.25 ലാക്ക് എക്സംഷനും ഉണ്ട്. ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ഏത് ഇക്വിറ്റിക്കാണോ ഡെറ്റിനാണോ കൂടുതൽ അലോക്കേഷൻ ആ ഫണ്ടിലുള്ളത് അതനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കണം. ഇക്വിറ്റിക്കാണെങ്കിൽ ഇക്വിറ്റിയുടെ ടാക്സേഷൻ കൊടുക്കണം. ഡെറ്റിലാണെങ്കിൽ അത് ടാക്സ് ചെയ്യുന്നത് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിലും നമ്മളിപ്പോൾ ബിലോ 1 ഇയർ ആണെങ്കിലും എബവ് 1 ഇയർ ആണെങ്കിലും നമ്മുടെ ടാക്സ് ലാബ്, ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാർക്കുള്ള ടാക്സ് ലാബ്, അതിലായിരിക്കും അത് ടാക്സ് ചെയ്യപ്പെടുന്നത്. ഇതൊരു എക്സാമ്പിളാണ്. നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ പോർട്ട്ഫോളിയോ ആണിത്. ഇൻവെസ്റ്റ് ചെയ്തത് 50 lakhs ആണ്. ഇതൊരു 2 months ആയിട്ടേ ഉള്ളൂ. 2/6 ജൂണിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ 50 lakhs എന്ന് പറയുന്നത് 51,37,000 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം മാർക്കറ്റ് പല സൈക്കിൾസിലൂടെ കടന്നു പോയിട്ടുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഫിറ്റ് ആ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിന് അപ്പുറത്ത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ള ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ 2 സ്കീംസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്: ടോപ്പ് 100 ആൻഡ് ടോപ്പ് 100. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.